ഞങ്ങളുടെ ചർച്ച് ബ്ലെസ്സിംഗ് ആയിരുന്നു ഇന്ന്. സെയിം സെക്സ്, എന്റെ പേര് സച്ചിൻ, സോറി. ഒരു സെയിം സെക്സ് കപ്പിളിന്റെ ഒരു ബ്ലെസ്സിംഗ് സെറമണി ഒരു ഇംഗ്ലീഷ്, അതായത് ഒരു ആംഗ്ലിക്കൻ ചേർച്ചിൽ നടക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ പള്ളിക്ക് എന്തോ 1000 years ഓൾഡ് ചേർച്ചാണ് ഇത്, കിങ്സ് തോപ്പ് പള്ളി. ഇവിടെ ഒരു ഇവന്റ് നടക്കുന്നത് ആദ്യമായിട്ടാണ്. അവര് ഇംഗ്ലണ്ടിൽ അത് ലോ ആയിട്ട് ഒരു 5 വർഷമായി, പക്ഷെ ഒരു 2 years ആയിട്ടുള്ളൂ ഇപ്പൊ ചർച്ചിൽ ഇങ്ങനെ ഒരു ബ്ലെസ്സിംഗ് ചെയ്യാം സെയിം സെക്സിനെ എന്നുള്ളൊരു അപ്രൂവലായിട്ട്. അപ്പോൾ നമ്മൾ 2 വർഷമായി അതിന് ചോദിക്കുന്നു. ഇപ്പോൾ ഈ വർഷം നമുക്കതൊരു അപ്രൂവലായി. അപ്പോൾ നമ്മളിന്ന് വളരെ ഹാപ്പിയായിരുന്നു. നമുക്ക് ബ്ലെസ്സിംഗ് ആയിരുന്നു ഈ സൺഡേ. അത് ഞങ്ങൾ എല്ലാവരും പാരീഷനേഴ്സിനോടും ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്തപ്പോൾ തീർന്നു. ഞങ്ങളുടെ അത് സെലിബ്രേഷൻ ഇന്നത്തെ ദിവസമായിരുന്നു. പിന്നെ കുറെ ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും എന്തുകൊണ്ട് ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, ബൈബിൾ ഇങ്ങനെയല്ല പറയുന്നത്. ബൈബിളിൽ പല ലൂപ്ഹോൾസ് ഉണ്ടാവും. എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല, ഓരോരുത്തർക്കും ഓരോ ബിലീഫ്സ് ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് വേറൊരു ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. ഞാൻ പല ആൾക്കാരോട് സംസാരിച്ചു, ഡോക്ടേഴ്സിനോട് സംസാരിച്ചു, സൈക്കോളജിസ്റ്റ് എല്ലാവരുടെ അടുത്തും സംസാരിച്ചതിൻ്റെ പേരിലും ഈ രാജ്യത്തെ നിയമം അനുവദിക്കുന്ന ഒരു രീതിയിലും, ഈ രാജ്യത്ത് മാത്രമല്ല ഏകദേശം കുറേ രാജ്യങ്ങളിൽ ഇത് അപ്രൂവ്ഡ് ആണ്. ആ ഒരു ബേസിസിലാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. ലോഫുള്ളായിട്ടും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ അപ്രൂവൽ പ്രകാരമുള്ള ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഞങ്ങളെ നയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മിക്കപ്പോഴും നാട്ടിലൊക്കെ എല്ലാവരും ഇതൊരു മൂടി വെച്ച് വീണ്ടും ഒരു മാരേജിലേക്ക് പോവുക, അല്ലെങ്കിൽ മാരേജിൽ ചെന്നാൽ നമ്മളൊരു പെൺകുട്ടിയുടെ ഡ്രീമാണ് അവിടെ നമ്മൾ നശിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ അതിനകത്ത് തന്നെ കുട്ടികൾ, 2 ഫാമിലീസും സ്ട്രഗിൾ ചെയ്യുന്നു, ഒരുപാട് സ്റ്റോറി നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനേക്കാളൊക്കെ ഒത്തിരി നല്ലതാണ് നമ്മൾ ഇങ്ങനെ ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. പക്ഷെ അതിലേക്ക് എത്താനായിട്ട് ഒത്തിരി സ്ട്രഗിൾ ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പൊ ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞ പോലെ, സ്റ്റോറിയിൽ പറഞ്ഞ പോലെ, 2 പേർക്കും ഒത്തിരി സൂയിസൈഡൽ തോട്ട്സ് തുടങ്ങി അങ്ങനെ കുറെ സ്ട്രഗിൾസ് കടന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. ഞാൻ സ്റ്റോറി കേട്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് എമ്മോണി ആത്മഹത്യ ചെയ്യാൻ പോയ, അതെന്താണ്? അതൊരു സ്റ്റോറി ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അത് നമുക്കെല്ലാം ട്രൈ ചെയ്ത് നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് വേറൊരു മോചനമില്ല, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. വേറൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ ഡ്രീംസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ അവരെ കല്യാണം കഴിക്കുക. പിന്നെ കാതൽ ഫിലിമില് മമ്മൂട്ടി ചെയ്തതുപോലെ ഒരു മാരേജ് കഴിച്ച് വർഷങ്ങളോളം ആ പെൺകുട്ടീനെ ദുരിതത്തിലാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പണ്ട് മുതലേ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒളിച്ചോടാന്നുള്ളത് ആത്മഹത്യയാണ്. നമ്മുടെ അവിടെ എല്ലാവരും ചെയ്യുന്ന ഒരു അങ്ങനെ കുറെ പേര് ചെയ്തിട്ടുമുണ്ട്. കുറെ സ്റ്റോറീസ് പലരും ആത്മഹത്യ ചെയ്യുന്നത് ഇതിന്റെ ബേസിലാണ്. പലപ്പോഴും അത് അറിയാതെ പോകുന്നുണ്ട്. പക്ഷെ കുറെ കാരണങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആരും അറിയുന്നില്ല. ഇപ്പം സിനിമയിലാവുമ്പോൾ നമ്മൾ മമ്മൂട്ടീനെ ചിലവർ പറയും ഹീറോയുടെ കൂടെ നിൽക്കും, പക്ഷെ യഥാർത്ഥത്തിൽ റിയൽ ലൈഫില് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് എത്ര പേരുണ്ടെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഞങ്ങളുടെ ഫാമിലീസ് കുറച്ചും കൂടി ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നു. അത് വളരെ കുറച്ച് സമയം ഒത്തിരി നമ്മൾ അവരോട് പറഞ്ഞും കാര്യങ്ങൾ ഡിസ്കസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഒത്തിരി സപ്പോർട്ട് ചെയ്തത്. ബ്രദേഴ്സും സിസ്റ്റേഴ്സും നമ്മുടെ യങ് ജനറേഷൻ ഭയങ്കര സപ്പോർട്ടീവാണ്. കേരളം ഒത്തിരി മാറിക്കഴിഞ്ഞു. ഇപ്പൊ തന്നെ കേരളത്തിന് മനസ്സിലായി തുടങ്ങി നമ്മൾ വെറുതെ കുഴിയിലേക്ക് എടുത്ത് ചാടുന്നതിനേക്കാളും നല്ലത് അവനവന്റെ ഹാപ്പിനെസ്സിൽ ജീവിക്കുന്നതാണെന്ന്. ഇനിയുള്ള ജനറേഷൻ മാറും ഒത്തിരിയായിട്ട്. ഇത് ഒരുപാട് പേർക്ക് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് അതൊന്ന് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഇതില് കുറെ കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട്. ഇതില് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, സെയിം സെക്സ്. ഞങ്ങൾക്ക് എപ്പോഴും നോർമൽ സാധാരണ ആൾക്കാരെ പോലെ ഇരിക്കാനാണ് ഇഷ്ടം. അങ്ങനെ പല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. അത് ഓരോരുത്തരും എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് സയൻസ് ആണെങ്കിലും പള്ളികൾ, അതായത് കാത്തലിക് ചർച്ച് അടക്കം ഇപ്പോഴും ഫിഗർ ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മള് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ് ഗലീലിയയെ കൊന്നു കളഞ്ഞ ഒരു കാലത്തിൽ നിന്ന് കുറെ മൂവ് ഫോർവേഡ് ചെയ്തു വന്നിട്ടുണ്ട്. എനിക്കൊക്കെ കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ആണ് ഫുള്ള് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഞാനൊക്കെ അവിടെ നിന്ന് ജീസസ് യൂത്ത് ആയിരുന്നു, പിന്നെ അതുപോലെ പള്ളിയിൽ ഓൾട്ടർ ബോയ് ആയിരുന്നു. അപ്പൊ ഒത്തിരി കാറ്റിസം പഠിപ്പിച്ച ആളാണ്. അപ്പൊ ഞാൻ കുറെ ആയിട്ട് ഇത് സിന്നാണെന്ന് ചിന്തിച്ച് ഇലക്ട്രിക് ഷോക്ക് ഒഴിച്ച് ബാക്കി എല്ലാം മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോവുക, എല്ലാം പല സ്ഥലത്തും അവർ നമ്മളോട് പറയാം ഇതൊരു ദിവസം 2 ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പെൺകുട്ടികളോട് അങ്ങനെ ജീവിച്ചാൽ മതി. പക്ഷെ അങ്ങനെയല്ലല്ലോ ലൈഫ്. അറിയാം നമുക്ക് എല്ലാവർക്കും പെൺകുട്ടികൾക്ക് അവരുടേതായ ഡ്രീംസ്. കുറെ പേര് അങ്ങനെ ഡബിൾ ലൈഫിൽ ലീഡ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന അറിയാതെ ജീവിക്കുന്ന കുറെ പേരെ അറിയാം. കുറെ പേര് ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ അറിയാം. കുറെ പേര് കല്യാണം കഴിക്കുന്നതിന്റെ പ്രഷറിൽ നിൽക്കുന്ന ആൾക്കാരെ അറിയാം. അപ്പോൾ ഇതിനേക്കാളൊക്കെ നല്ലത് ഇപ്പൊ ഞങ്ങൾ ചെയ്ത പോലെ ഒരു നല്ല ലൈഫ് നമുക്ക് ഒരുമിച്ച് നല്ലൊരാളെ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അത് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇതിലും പ്രശ്നങ്ങളുണ്ട്, അത് നല്ലോണം വർക്കൗട്ട് ചെയ്യണം. ഒരുമിച്ച് നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. പിന്നെ ഫൈറ്റ് ചെയ്യണം അതിനു വേണ്ടി. പിന്നെ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യോ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സൊസൈറ്റിയിൽ സപ്പോർട്ട് ചെയ്യോ, ചാരിറ്റി ചെയ്യോ, അങ്ങനെ നമ്മളൊരു നിങ്ങളുടെ ഇപ്പൊ കല്യാണം പോലും നിങ്ങൾ പലരും ചാരിറ്റിക്ക് വേണ്ടിയാണ് മാറ്റിയത്. അതെ, നമ്മളുടെ പോലെ നാട്ടിലും അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇത് വരുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഞങ്ങളൊരു അതിനുവേണ്ടി ഒരു ജമ്പ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതില്.
ഇപ്പം ഇങ്ങനത്തെ ഒരു സെയിം സെഗ്മെന്റ് ബ്ലസ്സിങ് ഒരു ചർച്ചിൽ നടക്കുന്നത് ആദ്യമായിട്ടാണ്. ഇനിയും ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ പേര് ഓപ്പൺ അപ്പ് ആവാനും ഇത് ഡേ ആവട്ടെ. ഞങ്ങൾ അതുകൊണ്ട് മാത്രമല്ല എല്ലാം കഴിച്ചത്, ഞങ്ങൾക്കുള്ള ഇഷ്ടം കൊണ്ട് കൂടിയാണ്. പക്ഷെ ഇതൊരു അങ്ങനെ ഒരു കാര്യമാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല, ഒരു 8 ഇയേഴ്സിനുള്ളിലാണ് ഞങ്ങളിതൊരു ഡിസിഷനിലൂടെയും കാര്യങ്ങളിലൂടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സംക്ഷിപ്ത രൂപമുള്ളത്. പക്ഷെ അങ്ങനെ ജീവിക്കുന്നവർ ഹാപ്പിയായി ജീവിക്കുക, അതുപോലെ നമ്മൾ അതിനുള്ള ആൾക്കാരെ മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, നല്ല സൊസൈറ്റിനെ വളർത്തിയെടുക്കുക. ഇതായിരിക്കും നമ്മളുടേതായ ചിന്താഗതികളും നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മളുടേതായ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത് ഇമോഷണലി ആണെങ്കിലും ഏത് ഇമോഷൻ ആണെങ്കിലും, ഇപ്പം ദേഷ്യമാണെങ്കിലും കരച്ചിലാണെങ്കിലും, നമുക്ക് എത്ര പെയിൻ ഉണ്ട്, നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത് അപ്പം മറ്റുള്ളവർക്ക് അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ കളിയാക്കാനും അല്ലെങ്കിൽ ഓരോ ട്രോൾ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. സ്വന്തം ലൈഫ് എങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ഹ്യൂജ് സ്റ്റെപ്പ് എടുത്ത് ഇങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിനർത്ഥം ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇങ്ങനെ ഒന്നും പറ്റാത്തത് കൊണ്ടും വേറെ രീതിയിൽ ജീവിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ലൈഫ് സ്റ്റൈൽ തെരഞ്ഞെടുത്തത്. ഇതേ പറ്റൂ, ഇതേ നടക്കൂ. ഇനിയിപ്പോൾ അത് ഏത് ഡോക്ടറെ കാണിച്ചാലും എത്ര ഷോക്ക് അടിച്ചാലും എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും ഇതേ പറ്റുന്നുള്ളൂ. അല്ല, നാളെ നല്ലൊരു സൊസൈറ്റി ഉണ്ടാവണം. നമ്മുടെ കേരളത്തിലാണെങ്കിൽ നല്ലൊരു സൊസൈറ്റി ഉണ്ടാവണം. അപ്പൊ അതാണ് ഞങ്ങളുടെ ഒരു സ്റ്റോറിയും ഞങ്ങളുടെ ഒരു എക്സാമ്പിൾ ഞങ്ങൾ സെറ്റ് ഔട്ട് ചെയ്യുന്നതാണ്. വേറെ ലൈഫ് റെക്ക് ചെയ്യരുത്, വേറൊരു കുട്ടികളുടെ ലൈഫ് നശിക്കരുത്. ഇനി വരുന്നിടത്ത് ഒരു കുറച്ചും കൂടി ഹാപ്പിനെസ് ഉണ്ടാവണം. നമുക്ക് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണം. ആ ടെൻഷൻ ഇല്ലാതെ സമാധാനമായിട്ട് ഉറങ്ങുന്ന ഒരു നല്ല നാളെ എല്ലാവർക്കും ആശംസിക്കുന്നു. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാനും നിവിയും കൂടിയുള്ള ഒരു ഇതാണ്. നിവിക്ക് ഇതാണ് ഇഷ്ടം, എനിക്ക് ഇതാണ് ഇഷ്ടം. ഇതിൽ വേറൊരാൾക്ക് ഇഷ്യൂ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെ ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് ശരിയാക്കി ഞങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ് നേരുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കും. കാരണം സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. കാരണം ഇവിടെ നമ്മൾ എത്രയോ പേരെ കണ്ടു. ഞങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഞങ്ങൾ ഒരു ഫാമിലി ആയിട്ടാണ് ഓൾറെഡി കൺസിഡർ ചെയ്യുന്നത്. നെയ്ബേഴ്സ് എല്ലാവരും സ്കൂൾസിലും അങ്ങനെ കൺസിഡർ സ്കൂളിലും അങ്ങനെ തന്നെയാണ്. എല്ലാം ഓക്കെയാണ്. ഞങ്ങൾ തെരഞ്ഞെടുത്ത ഞങ്ങളുടെ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുത്ത ഞങ്ങളുടെ ഫുഡ് കാറ്ററേഴ്സ്, ഞങ്ങൾ തെരഞ്ഞെടുത്ത ഞങ്ങളുടെ എല്ലാവരും നമ്മളോട് ഒരു ജഡ്ജ്മെന്റ് ഫ്രീ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാണിക്കുന്ന ലോകം ഒത്തിരി മാറി. അത് ലീവ് ഹാപ്പി എന്നുള്ള ഒരു ഇതിലേക്ക് തിരിച്ചെത്താൻ പറ്റണം. നമുക്ക് എതിരില്ലാത്ത കാര്യങ്ങൾ, നമ്മളൊക്കെ ബാധിക്കാത്ത കാര്യങ്ങളിൽ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ജോയിൻ ഇൻ ചെയ്ത് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ നല്ലൊരു എല്ലാവർക്കും ഹാപ്പി ആയിട്ട് അവരാരും ഇഷ്ടപ്പെടുന്നു. കേരളത്തിൽ നിന്ന് സപ്പോർട്ട് കുറവാ, നാട്ടിൽ നിന്ന് മാറി വരുന്നുണ്ട്. പേസ് കുറച്ച് സ്ലോ ആണ്. ഞങ്ങളുടെ റിലേറ്റീവ്സ് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാം ഹെൽപ്ഫുൾ ആയിരുന്നു. ഇനി എല്ലാം മാറും, പതിയെ മാറും എന്ന് വിചാരിക്കുന്നു. റിലേറ്റീവ്സും എല്ലാവരും ഒത്തിരി സപ്പോർട്ടീവാണ്. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒത്തിരി സപ്പോർട്ടീവാണ് നാട്ടിലിപ്പോ. നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റിയും സപ്പോർട്ടാണ്, നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രയോ പേരുടെ പങ്കെടുത്ത ഒരു നല്ല എല്ലാവരും 100 പേര് വന്ന് നമ്മുടെ ഒരു വെഡിങ്ങിന്, നമ്മുടെ ചർച്ച് ബ്ലെസ്സിങ്ങിന് പങ്കെടുക്കാൻ പലരുടെയും ജോലി മാറ്റി വെച്ചിട്ടാണ് അല്ലേ. അതിന് വലിയ വളരെ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. നല്ല നല്ലൊരു ഔട്ട്കം ആണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ടയേർഡ് ആയെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് ഒരുപാട് പേർക്കൊരു സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് യൂസ്ഫുൾ ആകട്ടെ, അങ്ങനെ ആവട്ടെ എന്ന് ആ ഒരു വീഡിയോ. താങ്ക് യു സോ മച്ച്.